നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് KSFE, ഈ നാടിന്റെ ധൈര്യം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരോധനം സെപ്റ്റംബർ 9 വരെയാക്കി ഹൈക്കോടതി. ദേശീയപാത ഗതാഗത യോഗ്യമാക്കാത്തതിനെ തുടർന്നാണ് ടോൾ നിരോധനം നീട്ടിയത്. ദേശീയപാതയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനെത്തിയ ഉദ്യോഗസ്ഥനെ ജനപ്രതിനിധികൾ തടഞ്ഞുവെച്ചു. കൊടുങ്ങല്ലൂരിൽ വോട്ട് വെട്ടലെന്ന് ആരോപണം. BJPക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. 27-ന് പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതൃത്വം. തിരുവില്ലാമല മലേശമംഗലത്ത് 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെരിഞ്ഞനത്ത് ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് 3 കിലോമീറ്റർ ദൂരത്തേക്ക് പറന്നുപോയി. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോയുടെ ബോർഡാണ് പറന്നുപോയത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നയാൾ വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഞാൻ റിയ. വാർത്തകൾ വിശദമായി. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരോധനം സെപ്റ്റംബർ 9 വരെ ഹൈക്കോടതി നീട്ടി. ദേശീയപാത ഗതാഗത യോഗ്യമാക്കാത്തതിനെ തുടർന്നാണ് ടോൾ നിരോധനം നീട്ടിയത്. ഈ മാസം 6-നാണ് പാലിയേക്കരയിൽ ടോൾ പിരിക്കുന്നത് 4 ആഴ്ചത്തേക്ക് നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ദേശീയപാത അതോറിറ്റിക്ക് സാധിക്കാത്തതിനെ തുടർന്നായിരുന്നു ഹൈക്കോടതിയുടെ ഉത്തരവ്. കഴിഞ്ഞ ദിവസം കേസ് പരിഗണിച്ച സുപ്രീംകോടതി ഹൈക്കോടതിയുടെ നടപടി ശരിവച്ചിരുന്നു. ദേശീയപാതയിലെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ പ്രൊജക്ട് ഡയറക്ടർ എത്തുമെന്ന ഉറപ്പ് പാലിച്ചില്ല. പകരക്കാരനായ സൈറ്റ് എഞ്ചിനീയറെ 2 മണിക്കൂർ നേരം ബന്ദിയാക്കി ചാലക്കുടിയിലെ LDF ജനപ്രതിനിധികളും പ്രവർത്തകരും. സർവീസ് റോഡ് ഉടൻ ടാറിംഗ് നടത്തുമെന്ന ഉറപ്പിനെ തുടർന്നാണ് സമരം അവസാനിപ്പിച്ചത്. വ്യാഴാഴ്ച വൈകിട്ട് പ്രൊജക്ട് എഞ്ചിനീയർ റെസ്റ്റ് ഹൌസിലെത്തി പഞ്ചായത്ത് പ്രസിഡന്റുമാരായി ചർച്ച നടത്തുമെന്നും പിന്നീട് മുരിങ്ങൂരിലെ വിവാദ സ്ഥലം സന്ദർശിക്കും എന്നുമായിരുന്നു നേരത്തെ ഉണ്ടായിരുന്ന ധാരണ. എന്നാൽ PDക്ക് പകരം സൈറ്റ് എഞ്ചിനീയർ മാത്രം എത്തിയത് LDF ജനപ്രതിനിധികളെയും പ്രവർത്തകരെയും പ്രകോപിതരാക്കി. സംസാരം നീണ്ടുപോകുന്നതിനിടെ പ്രൊജക്ട് ഡയറക്ടർ എത്തില്ലെന്ന വിവരം ലഭിച്ചു. ഇതോടെ യോഗം നടക്കുന്ന മുറി പ്രവർത്തകർ അകത്തുനിന്ന് പൂട്ടുകയും ചെയ്തു. ഇതിനിടെ SIയുടെ നേതൃത്വത്തിലെത്തിയ പോലീസ് സംഘം വാതിൽ തള്ളിത്തുറക്കാൻ ശ്രമിച്ചതോടെ സംഭവം കയ്യാങ്കളിയിലെത്തി. കൊരട്ടി പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷൻ അഡ്വക്കേറ്റ് KR സുമേഷും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടന്നു. മുറിക്കുള്ളിലുണ്ടായിരുന്ന പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, PC ബിജു, പ്രിൻസി ഫ്രാൻസിസ് എന്നിവരുടെ നേതൃത്വത്തിൽ വാതിൽ അടച്ചുപൂട്ടി. പ്രശ്നം രൂക്ഷമായതോടെ കൂടുതൽ പോലീസുകാർ റെസ്റ്റ് ഹൌസിലെത്തി. DVSP PC ബിജുകുമാറും ഏരിയ സെക്രട്ടറി KS അശോകനും ചേർന്ന് NH ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി ധാരണയിലെത്തുകയായിരുന്നു. TCV ന്യൂസ്, ചാലക്കുടി. അടിപ്പാത നിർമ്മാണം നടക്കുന്ന അമ്പലൂരിലെ സർവീസ് റോഡ് ടാറിംഗ് നിർത്തി ആരംഭിച്ചു. ചാലക്കുടിക്ക് പോകുന്ന പാതയിലാണ് ടാറിംഗ് നടത്തുന്നത്. വെള്ളിയാഴ്ചയോടെ ഇരുഭാഗത്തേക്കുമുള്ള സർവീസ് റോഡുകളിൽ ടാറിംഗ് പൂർത്തിയാകുമെന്ന് അധികൃതർ അറിയിച്ചു. അടിപ്പാത നിർമ്മാണത്തെ തുടർന്ന് സർവീസ് റോഡിലൂടെയാണ് വാഹനങ്ങൾ കടത്തിവിട്ടിരുന്നത്. സർവീസ് റോഡിൽ കുണ്ടും കുഴിയും നിറഞ്ഞതോടെ ദേശീയപാതയിൽ വൻ ഗതാഗത കുരുക്കാണ് അനുഭവപ്പെട്ടിരുന്നത്. ഇതുമൂലമാണ് ഹൈക്കോടതി പാലിയേക്കരയിലെ ടോൾ പിരിവ് നിർത്തിവെപ്പിച്ചത്. ഗതാഗത കുരുക്ക് എത്രയും വേഗം പരിഹരിച്ച് ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിനാണ് ദ്രുതഗതിയിൽ ടാറിംഗ് നടത്തുന്നത്. മാസങ്ങളായി തകർന്നു കിടന്ന റോഡ് ടാർ ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിരവധി പരാതികൾ ദേശീയപാത അതോറിറ്റിക്ക് നൽകിയെങ്കിലും യാതൊരു നടപടിയും ഉണ്ടായിരുന്നില്ല. കൊടുങ്ങല്ലൂരിൽ വോട്ട് വെട്ടലെന്ന് ആരോപണം. നഗരസഭ ഭരിക്കുന്ന BJPക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. കൊടുങ്ങല്ലൂർ നഗരസഭയിൽ വോട്ടർ പട്ടിക പുതുക്കലിനിടയിൽ ന്യൂനപക്ഷ വോട്ടർമാരുടെ പേരുകൾ കൂട്ടത്തോടെ വെട്ടിമാറ്റാൻ ശ്രമം നടക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം ആരോപിച്ചു. അടിസ്ഥാനരഹിതമായ കാര്യങ്ങൾ ഉന്നയിച്ചാണ് വോട്ട് വെട്ടാൻ ശ്രമം നടക്കുന്നത്. തക്കതായ കാരണമില്ലാതെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ ശ്രമിക്കുന്നവർക്കും അതിന് കൂട്ടുനിൽക്കുന്ന ഉദ്യോഗസ്ഥർക്കുമെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും കോൺഗ്രസ് നേതൃത്വം അറിയിച്ചു. 27-ന് കൊടുങ്ങല്ലൂരിൽ പ്രതിഷേധ ധർണ നടത്തുമെന്ന് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ES സാബു പറഞ്ഞു. തിരുവില്ലാമല മലേശമംഗലം റോഡിന്റെ അറ്റകുറ്റപ്പണികൾക്കായി ഉപയോഗിക്കാൻ വച്ച 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. മലേശമംഗലം ഫോറസ്റ്റ് ഓഫീസിന് സമീപം സൂക്ഷിച്ചിരുന്ന 58 ബാരൽ ടാറാണ് ദുരൂഹ സാഹചര്യത്തിൽ അപ്രത്യക്ഷമായത്.
ഏകദേശം 6 ലക്ഷം രൂപ വില വരുന്ന ടാർ മോഷണം പോയതായി കാണിച്ച് കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. ഓഗസ്റ്റ് 3-നും 11-നും ഇടയിലാണ് മോഷണം നടന്നതെന്നാണ് പ്രാഥമിക നിഗമനം. സംഭവത്തിൽ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. സമീപ പ്രദേശങ്ങളിലെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ച് പ്രതികളെ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. പെരിഞ്ഞനത്ത് കഴിഞ്ഞ ദിവസമുണ്ടായ ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് പറന്നുപോയത് 3 കിലോമീറ്റർ ദൂരം. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന ജാം ഹെയർ സ്റ്റുഡിയോ എന്ന സ്ഥാപനത്തിന്റെ ബോർഡാണ് കാറ്റിൽ ഉയർന്നു പൊങ്ങി 3 കിലോമീറ്റർ വായുവിലൂടെ സഞ്ചരിച്ച് ചക്കരപ്പാടത്തെത്തിയത്. ചക്കരപ്പാടം പോനിശ്ശേരി അബ്ദുൽ മനാഫിന്റെ വീട്ടുപറമ്പിലാണ് ബോർഡ് വന്നു വീണത്. 10 അടി നീളവും 4 അടി വീതിയുമുള്ള ബോർഡ് 3 കിലോമീറ്റർ പറന്നത് വിശ്വസിക്കാനാവാതെ കുഴങ്ങുകയാണ് കടയുടമയും വീട്ടുകാരനും. വീഡിയോ പുറത്തു വന്നതോടെയാണ് സംഭവം വാസ്തവമാണെന്ന് ജനങ്ങളും തിരിച്ചറിയുന്നത്. ആകാശത്ത് എന്തോ പറക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ട ചക്കരപ്പാടം സ്വദേശി ഷജീബാണ് ദൃശ്യം പകർത്തിയത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നയാൾ വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്ന് സുരക്ഷാ ഏജൻസികളുടെ മുന്നറിയിപ്പിലാണ് PCC നിർബന്ധമാക്കിയത്. ഗുരുവായൂർ ദേവസ്വത്തിൽ 500ഓളം സ്ഥിര ജീവനക്കാരും 1000ഓളം താൽക്കാലിക ജീവനക്കാരും ഉണ്ട്. ഇവർക്ക് പുറമെ പാരമ്പര്യ അവകാശികളുടെ സഹായികളായി 100ഓളം പേരും ക്ഷേത്രത്തിൽ ജോലി ചെയ്യുന്നുണ്ട്. 1 വർഷമായി ക്ഷേത്രത്തിൽ തിരിവിശേഷം സഹായിയായിരുന്ന പർലി ജയകുമാർ എന്നയാളാണ് പത്തിരിപ്പാലയിൽ വെച്ച് പോലീസ് പിടിയിലായത്. എന്നാൽ ഇയാളെക്കുറിച്ച് ദേവസ്വത്തിന് യാതൊരു വിവരവും ഇല്ലായിരുന്നു. ഈ സാഹചര്യത്തിലാണ് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലിയെടുക്കുന്ന മുഴുവൻ പേരുടെയും വിവരങ്ങൾ ദേവസ്വം ശേഖരിക്കുന്നത്. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന മുഴുവൻ പേരും സെപ്റ്റംബർ 9-നുള്ളിൽ ആധാർ, ഫോട്ടോ, PCC എന്നിവ സമർപ്പിക്കണമെന്ന് ക്ഷേത്രം ഡെപ്യൂട്ടി അഡ്മിനിസ്ട്രേറ്റർ സർക്കുലറിലൂടെ അറിയിച്ചു. എന്നാൽ ഇതേസമയം സുരക്ഷയുടെ ഭാഗമായി ക്ഷേത്ര പരിസരത്തെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലുള്ളവരും PCC സമർപ്പിക്കണമെന്ന് ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ OB അരുൺകുമാർ അറിയിച്ചു. വെർച്വൽ അറസ്റ്റ് തട്ടിപ്പിലൂടെ ശ്രീനാരായണപുരം സ്വദേശിയിൽ നിന്ന് 12 ലക്ഷത്തിലധികം രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതി അറസ്റ്റിലായി. പാലക്കാട് ചക്കരക്കുളമ്പ് സ്വദേശി തോട്ടാശ്ശേരി വീട്ടിൽ മുഹമ്മദ് ഫാസിലിനെയാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം കോഴിക്കോട് പന്നിയങ്കരയിൽ നിന്നും പിടികൂടിയത്. ഡൽഹി ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നും ആണെന്ന് പറഞ്ഞ് തട്ടിപ്പ് നടത്തിയത്. ഇടവേള. പൂരത്തിന്റെയും പുലിക്കളിയുടെയും നാടായ തൃശൂരിലെ ശക്തൻ തമ്പുരാന്റെ തട്ടകത്തിൽ ജോസ്കോ ഗോൾഡ് ടവർ തിളക്കമേറിയ പുതിയ രൂപത്തിൽ. സ്വർണ്ണാഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 55% കിഴിവ്. ഡയമണ്ട് ആഭരണങ്ങൾക്ക് പണിക്കൂലിയിൽ 60% വരെ കിഴിവ്. മണിക്കൂറുകൾ തോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഗോൾഡ് കോയിൻ, ഗൃഹോപകരണങ്ങൾ തുടങ്ങിയ ഉറപ്പായ സമ്മാനങ്ങൾ. നറുക്കെടുപ്പിലൂടെ ബമ്പർ സമ്മാനമായി സ്വിഫ്റ്റ് കാർ. ജോസ്കോ ജ്വല്ലേഴ്സ്, ഗോൾഡ് ടവർ, പാലസ് റോഡ്, തൃശൂർ. ലിയോസിൽ ഓണപ്പൂരം കൊടിയേറി മക്കളെ. എല്ലാ ആഴ്ചയും നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് സ്വർണ്ണ നാണയം സമ്മാനം. അത്തം മുതൽ തിരുവോണം വരെ എല്ലാ പർച്ചേസിനും ഉറപ്പായ സമ്മാനം. കഴിഞ്ഞില്ല, വിവാഹ പാർട്ടികൾക്ക് വെറും 1% മാത്രം നൽകി അഡ്വാൻസ് ബുക്ക് ചെയ്യാനുള്ള സുവർണ അവസരവും. അപ്പൊ വേഗമാവട്ടെ, ഓണപ്പൂരം അടിപൊളിയാക്കാം. ഏവർക്കും ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഓണാശംസകൾ. ചിലതൊന്നും ചിലർക്കങ്ങോട്ട് ദഹിക്കത്തില്ല. ഇത് ഉപയോഗിച്ചാൽ മതി. ഹരിതാറ്റോ ദഹനത്തിനും ആരോഗ്യത്തിനും ബെസ്റ്റാ. ലക്ഷ്മിക്കുട്ടി, ഇതെന്റെ പഠനത്തിനായിട്ട് അമ്മ വെക്കാൻ തന്നത്. ഞാനിത് ജുവലറൊക്കെ കൊണ്ട് പണയം വെച്ചു. അവിടെ ആവുമ്പോ കുറഞ്ഞ പലിശയ്ക്ക് കൂടുതൽ പണം കിട്ടുമല്ലോ. വിശ്വസിക്കാൻ ഒരു പാരമ്പര്യമുണ്ട്. ജുവൽ റോക്ക് ഗ്രൂപ്പ് ഓഫ് കമ്പനീസ്, കേരള, തമിഴ്നാട്. വാർത്തകൾ തുടരുന്നു. ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി സ്ഥിരാംഗമായി സാമൂതിരി കേരളവർമ്മ രാജ വെള്ളിയാഴ്ച ചുമതലയേൽക്കാനിരുന്നത് നീട്ടി. വൈകിട്ട് 5-ന് ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ് നിശ്ചയിച്ചിരുന്നത്. സത്യവാചകം ചൊല്ലിക്കൊടുക്കേണ്ട ദേവസ്വം കമ്മീഷണർ MG രാജമാണിക്യത്തിന് അസൗകര്യം നേരിട്ടതിനെ തുടർന്നാണ് തീയതി നീട്ടിയത്.
ഓണക്കാലത്ത് കുന്നംകുളം നഗരത്തിലെത്തുന്നവർക്ക് സുഗമമായ ഗതാഗത സൗകര്യം ഉറപ്പുവരുത്തുന്നതിന് കുന്നംകുളം നഗരസഭയിൽ അടിയന്തര ഗതാഗത ഉപദേശക സമിതി യോഗം ചേർന്നു. അടുത്ത ആഴ്ച മുതൽ നഗരത്തിലെ റോഡുകളിൽ പാച്ച് വർക്ക് ആരംഭിക്കും. ബസ് സ്റ്റാൻഡുകൾ, പ്രധാന റോഡുകൾ എന്നിവിടങ്ങളിൽ പോലീസിന്റെ സേവനം ഉറപ്പുവരുത്തുന്നതോടൊപ്പം താൽക്കാലിക ഗതാഗത നിയന്ത്രണത്തിനായി ഹോം ഗാർഡുകളെ നിയമിക്കും. ബസ്സുകൾ നിർത്തുന്നതിന് പഴയ ബസ് സ്റ്റാൻഡിലും മറ്റ് പ്രധാന റോഡുകളിലും സീബ്ര ലൈനുകൾ വരയ്ക്കും. പുതിയ ബസ് സ്റ്റാൻഡിലെ ബസ്സുകളുടെ അനധികൃത പാർക്കിംഗ് നിരോധിക്കും. നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരും കൌൺസിലർമാരും യോഗത്തിൽ പങ്കെടുത്തു. അമിത പലിശയ്ക്ക് പണം വായ്പ നൽകിയ ആളെ പോലീസ് അറസ്റ്റ് ചെയ്തു. കയ്പമംഗലം ബീച്ച് സ്വദേശി കാരയിൽ വീട്ടിൽ സുമനാണ് പിടിയിലായത്. ജില്ലാ പോലീസ് മേധാവിക്ക് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ നിരവധി ബ്ലാങ്ക് ചെക്കുകൾ കണ്ടെടുത്തു. കേരള മണി ലെൻഡേഴ്സ് ആക്ട് പ്രകാരമാണ് കേസെടുത്തത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. ചാലക്കുടി മുന്നേലിയിൽ വിൽപ്പനയ്ക്കെത്തിച്ച 1 കിലോ കഞ്ചാവ് എക്സൈസ് സംഘം പിടികൂടി. കൊല്ലം സ്വദേശി പ്രസന്നനെ ചാലക്കുടി എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ CU ഹരീഷിന്റെ നേതൃത്വത്തിലുള്ള സംഘം അറസ്റ്റ് ചെയ്തു. നിലവിൽ 6 മാസത്തോളമായി വെള്ളാഞ്ചിറയിൽ വാടകയ്ക്ക് താമസിച്ചു വരികയായിരുന്നു പ്രസന്നൻ. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ PP ഷാജി, KM അനിൽകുമാർ, ജെയ്സൺ ജോസ് തുടങ്ങിയവർ കഞ്ചാവ് പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. സ്വച്ഛ് ഭാരത് മിഷൻ അർബൻ സ്വച്ഛ് സർവേക്ഷൺ മികച്ച ശുചിത്വ നഗരമായി മീഡിയം കാറ്റഗറി വിഭാഗത്തിൽ 5ാം സ്ഥാനത്ത് തിരഞ്ഞെടുക്കപ്പെട്ട കുന്നംകുളം നഗരസഭയ്ക്ക് സംസ്ഥാന സർക്കാരിന്റെ ബെസ്റ്റ് പെർഫോമർ പുരസ്കാരം ലഭിച്ചു. തിരുവനന്തപുരത്ത് നടന്ന ചടങ്ങിൽ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി MB രാജേഷിൽ നിന്ന് നഗരസഭാ ചെയർപേഴ്സൺ സീതാ രവീന്ദ്രൻ, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിനി പ്രേമൻ, T സോമശേഖരൻ, പ്രിയ സജീഷ് തുടങ്ങിയവർ ചേർന്ന് പുരസ്കാരം ഏറ്റുവാങ്ങി. പെരിഞ്ഞനം പൊന്മാനിക്കുടത്ത് പുഴയിൽ വീണ് കാണാതായ ബൈക്ക് യാത്രികന്റെ മൃതദേഹം കണ്ടെത്തി. NDRF സംഘം നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കോവിലകം സ്വദേശി പുന്നക്കത്തറ വീട്ടിൽ അഖിൽ രാജാണ് മരിച്ചത്. മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി മാറ്റി. ചൊവ്വാഴ്ച രാത്രിയാണ് ബൈക്കടക്കം അഖിൽ രാജ് പുഴയിൽ വീണത്. മായന്നൂർ രാജീവ് ഭവൻ ഉന്നതിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തി. മൂസാരിപ്പുരയ്ക്കൽ വീട്ടിൽ കാർത്തിയാനെയാണ് വീടിന് പരിസരത്ത് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മൃതദേഹത്തിന് 2 ദിവസത്തെ പഴക്കമുണ്ട്. പഴയന്നൂർ പോലീസ് സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. വെള്ളിക്കുളങ്ങര റേഞ്ചിലെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ചന്ദനം മുറിച്ച് കടത്തിയ മോഷണ സംഘത്തിലെ ഒരാളെ വനപാലകർ പിടികൂടി. കൊടുങ്ങ മഞ്ഞപ്പിള്ളി വീട്ടിൽ വിഷ്ണുവിനെയാണ് വെള്ളിക്കുളങ്ങര റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ KS ഷിനോജ് അറസ്റ്റ് ചെയ്തത്. ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ MA രാഗേഷ്, KS ദീപു, MC ഷനിത, KJ ജിൻഷ തുടങ്ങിയവർ പ്രതിയെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. BJP സർക്കാർ പാർലമെന്റിൽ അവതരിപ്പിച്ച മന്ത്രിമാർ, ഭരണാധികാരികൾ എന്നിവരെ ജയിലിലടയ്ക്കൽ ബിൽ ഭരണഘടനാ വിരുദ്ധവും ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്നതുമാണെന്ന് കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ. ക്രമേണ ജനാധിപത്യത്തെ ഇല്ലായ്മ ചെയ്യുന്നതിനു വേണ്ടിയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലം നേതൃസംഗമം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇരിങ്ങാലക്കുടയിൽ നടന്ന നേതൃസംഗമത്തിൽ നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, ഭാരവാഹികളായ സേതുമാധവൻ പറയമ്പളപ്പിൽ, PT ജോർജ്, സിജോയ് തോമസ്, ജോസ് ചെമ്പകശ്ശേരി, മാഗി വിൻസെന്റ്, ശങ്കർ പഴയാറ്റിൽ, ഫെനി എബിൻ വെള്ളാനിക്കാരൻ, അഡ്വക്കേറ്റ് ഷൈനി ജോജോ, MS ശ്രീധരൻ, ലാസർ കേച്ചേരി, എബിൻ വെള്ളാനിക്കാരൻ തുടങ്ങിയവർ സംസാരിച്ചു. പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന ഓണക്കാലത്തെ വരവേൽക്കാൻ ആയിരക്കണക്കിന് പൂക്കൾ വിരിയിച്ചിരിക്കുകയാണ് കോടാലി കൊരേച്ചാൽ ശ്രീദുർഗ കിരാത പാർവതി ക്ഷേത്ര സമിതി. ക്ഷേത്രാങ്കണത്തിലെ ഒരേക്കറോളം വരുന്ന സ്ഥലത്ത് 2500ഓളം വരുന്ന ചെണ്ടുമല്ലി തൈകളാണ് ഈ വർഷം ക്ഷേത്രസമിതി കൃഷി ചെയ്തത്. നാംധാരി എന്ന ഹൈബ്രിഡ് ഇനത്തിലുള്ള ചെണ്ടുമല്ലി തൈകളാണ് കൃഷിക്ക് ഉപയോഗിച്ചത്.
മറ്റത്തൂർ കൃഷിഭവൻ മുഖേന 2500ഓളം തൈകൾ വാങ്ങി കഴിഞ്ഞ ജൂണിലാണ് ക്ഷേത്രസമിതി ഭാരവാഹികളുടെ നേതൃത്വത്തിൽ പൂക്കൃഷിക്ക് തുടക്കം കുറിച്ചത്. ഓണക്കാലത്തേക്ക് ആവശ്യമായ പൂക്കൾ ജനങ്ങൾക്ക് കുറഞ്ഞ വിലയ്ക്ക് പ്രാദേശിക വിപണിയിൽ ലഭ്യമാക്കാൻ ലക്ഷ്യമിട്ടാണ് പൂക്കൃഷി നടത്തിയതെന്ന് ക്ഷേത്രം ട്രസ്റ്റ് കമ്മിറ്റി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ പറഞ്ഞു. ജൈവ വളമാണ്, കോഴിക്കട്ടം പോലുള്ള നമ്മൾ കൃഷിക്ക് ഇതിന്റെ പരിഹരിക്കുന്നത്. നമ്മുടെ ക്ഷേത്രമായിട്ട് ബന്ധപ്പെട്ട ഒത്തിരി ഭക്തജനങ്ങൾ എല്ലാവരും ഈ കൃഷിയെ പരിപാലിച്ച് പോരുന്നു. പൂർണ്ണമായും ജൈവ രീതിയിലായിരുന്നു പൂക്കൃഷി. ഓഗസ്റ്റ് തുടക്കത്തിൽ തന്നെ ചെടികൾ പൂത്തു. ഓറഞ്ച്, മഞ്ഞ എന്നിങ്ങനെ 2 നിറത്തിലുള്ള ആയിരക്കണക്കിന് ചെണ്ടുമല്ലിപ്പൂക്കളാണ് ക്ഷേത്ര മൈതാനത്ത് വിടർന്നു പരിരസിക്കുന്നത്. ചെണ്ടുമല്ലിപ്പൂക്കളുടെ വിളവെടുപ്പ് ശനിയാഴ്ച രാവിലെ 10-ന് ശബരിമല ക്ഷേത്രം മുൻ മേൽശാന്തി AV ഉണ്ണികൃഷ്ണൻ നമ്പൂതിരി നിർവഹിക്കും. TCV ന്യൂസ്, കൊടകര. പാവറട്ടി പോലീസ് കാപ്പ ചുമത്തി മധ്യവയസ്കനെ നാടുകടത്തി. പാടൂർ സ്വദേശി മമസ്ര ഇല്ലത്ത് വീട്ടിൽ സലാമിനെയാണ് കാപ്പ ചുമത്തി നാടുകടത്തിയത്. 6 മാസക്കാലത്തേക്കാണ് സലാമിനെ നാടുകടത്തിയത്. ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. TCVയിലെ നിങ്ങളുടെ ഇഷ്ട അവതാരകർ ഓണവിശേഷങ്ങളുമായി എത്തുന്ന ഓണം ചാറ്റ് ഷോ. മലയാളി ടെലിവിഷൻ പ്രേക്ഷകരുടെ ഇഷ്ടതാരം, സീരിയലുകളിലൂടെ സുപരിചിതനായ നവനീത് കൃഷ്ണ ഓണവിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു TCV ചാനലിലൂടെ. TCV ക്യാമ്പസ് ഓണം. തൃശൂർ ജില്ലയിലെ വിവിധ ക്യാമ്പസുകളിലെ ഓണാഘോഷം ഈ ഓണ ദിവസങ്ങളിൽ നിങ്ങൾക്കും കണ്ടാസ്വദിക്കാം. തിരുവോണത്തിന് നിങ്ങളോട് സംസാരിക്കാൻ മാവേലി എത്തുന്നു TCVയിൽ. തത്സമയം നിങ്ങൾക്കും വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. കളിച്ചിരിയുമായി ഈ ഓണത്തിന് സുന്ദരിമാരെത്തുന്നു TCV ഓണക്കൂട്ടിൽ. ഓണവിപണിയിലെ രുചിക്കൂട്ടുകൾ തേടിയൊരു യാത്ര, ഓണ രുചിക്കൂട്ട്. തിരുവോണ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ നിങ്ങൾ റെഡിയാണോ? കേൾക്കാൻ ഞങ്ങൾ റെഡി. തിരുവോണ ദിവസം രാവിലെ തത്സമയ ഫോണിൻ പ്രോഗ്രാം. ഓണം മലയാളികൾക്ക് സമ്മാനിച്ച ഒരുപാട് ഓർമ്മകളുണ്ട്. ആ കഥകളുമായി TCV പ്രത്യേക പരിപാടി തിരുവോണമുറ്റത്ത്. ഉത്രാട ദിവസം നിങ്ങളുടെ ഓണവിശേഷങ്ങൾ തത്സമയം പങ്കുവയ്ക്കാം ലൈവ് ഫോണിൻ പ്രോഗ്രാമിലൂടെ. ഓണത്തിന്റെ വരവറിയാൻ ഉത്രാടപ്പാച്ചിൽ കണ്ടാൽ മതി. ഉത്രാടപ്പാച്ചിൽ കാഴ്ചകൾ TCVയിലൂടെ ആസ്വദിക്കാം. ഈ ഓണം കളറാക്കാം TCVക്കൊപ്പം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന കൈപ്പറമ്പ് തലക്കോട്ടുകര റോഡിന്റെ ശോചനീയാവസ്ഥ ചൂണ്ടിക്കാണിച്ച് കുറുമാൽ കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ മനുഷ്യാവകാശ കമ്മീഷന് പരാതി നൽകി. പ്രദേശവാസികൾ ഉൾപ്പെടെ 100 കണക്കിന് പേരാണ് ദുരിതം സഹിച്ചതിലൂടെ യാത്ര ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരും ത്രിതല പഞ്ചായത്തുകളും റോഡിന്റെ ശോചനീയാവസ്ഥ പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുന്നില്ല. ഇതേ തുടർന്നാണ് കൂട്ട് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബിന്റെ നേതൃത്വത്തിൽ നാട്ടുകാരുടെ ഒപ്പുകൾ ശേഖരിച്ച് പൊതു താൽപര്യ ഹർജി മനുഷ്യാവകാശ കമ്മീഷന് സമർപ്പിച്ചത്. കൈപ്പറമ്പ് മുതൽ തലക്കോട്ടുകര വരെയുള്ള 3 കിലോമീറ്റർ റോഡ് ചൂണ്ടൽ, വേലൂർ, കൈപ്പറമ്പ് പഞ്ചായത്തുകളുടെ അതിർത്തിയിലെ 2 സംസ്ഥാന പാതകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന റോഡാണ്. റോഡ് BMBC നിലവാരത്തിൽ ഉയർത്തണമെന്നാണ് പ്രദേശവാസികളുടെയും യാത്രക്കാരുടെയും ആവശ്യം. മലക്കപ്പാറ റോഡിലെ പൊകലപ്പാറയിൽ മരം വീണ് 2 മണിക്കൂർ ഗതാഗതം തടസ്സപ്പെട്ടു. വനപാലകർ സ്ഥലത്തെത്തി മരം മുറിച്ചു നീക്കി ഗതാഗതം പുനഃസ്ഥാപിച്ചു. ശാസ്ത്ര സാഹിത്യ പരിഷത്ത് വടക്കാഞ്ചേരി മേഖലയുടെ നേതൃത്വത്തിൽ ശാസ്ത്രാവബോധ ദിനാചരണം സംഘടിപ്പിച്ചു. തൃശൂർ ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ CL ജോഷി ഉദ്ഘാടനം ചെയ്തു. വേലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് TR ശോഭി അധ്യക്ഷത വഹിച്ചു. വടക്കാഞ്ചേരി മേഖലാ സെക്രട്ടറി ബൈജു ഇമേജ്, മേഖലാ പ്രസിഡന്റ് തോമസ് തരകൻ, വേലൂർ യൂണിറ്റ് പ്രസിഡന്റ് AK ശശി, EM വിനീത്, വേലൂർ യൂണിറ്റ് സെക്രട്ടറി രാജി അധികാരി വീട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. അതിനെ മറികടക്കാനായിട്ട്
തിരുവില്ലാമല പഞ്ചായത്ത് പ്രസിഡന്റ് പത്മജയുടെ നേതൃത്വത്തിൽ ജനപ്രതിനിധികൾ കുത്തിയിരിപ്പ് സമരം നടത്തി. പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിന്റെ ഓഫീസിന് മുന്നിലാണ് പ്രതിഷേധ സമരം നടത്തിയത്. പഞ്ചായത്തിൽ നിർവഹണ ഉദ്യോഗസ്ഥരെ നിയമിക്കാത്തതിനെതിരെയായിരുന്നു പ്രതിഷേധം. എരുമപ്പെട്ടി പാഴിയോട്ടുമുറി കുടക്കുഴിയിൽ അപൂർവ ഇനത്തിൽപ്പെട്ട നിശാശലഭത്തെ കണ്ടെത്തി. പന്തളത്ത് പ്രസാദിന്റെ വീട്ടുമുറ്റത്തുള്ള പാലമരത്തിലാണ് ശലഭത്തെ കണ്ടത്. അറ്റ്ലസ് മൂത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ ലോകത്തിൽ തന്നെ ഏറ്റവും വലുപ്പമുള്ള 2 ഇനം ശലഭങ്ങളിലൊന്നാണ്. ചിറകുകളുടെ മുകളിലെ അഗ്രഭാഗങ്ങളിൽ പാമ്പിന്റെ തലയോട് സാമ്യമുള്ള രൂപമുള്ളതിനാൽ നാഗശലഭം, സർപ്പശലഭം എന്നും പറയപ്പെടുന്നു. സാധാരണ നിബിഡമായ നിത്യഹരിത വനങ്ങളിലാണ് ഇവയെ കണ്ടുവരുന്നത്. ചാലക്കുടി നഗരസഭ ചാലക്കുടി ബ്ലോക്ക് പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തുകളുമായി സഹകരിച്ച് ശനിയാഴ്ച കുടുംബശ്രീയുടെ സഹകരണത്തോടെ പ്രാദേശിക തൊഴിൽ മേള സംഘടിപ്പിക്കും. കുടുംബശ്രീയുമായി സഹകരിച്ച് ഗവൺമെന്റ് മോഡൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് മേള നടത്തുന്നത്. രാവിലെ 10-ന് സനീഷ് കുമാർ ജോസഫ് MLA തൊഴിൽ മേള ഉദ്ഘാടനം ചെയ്യും. തൊഴിൽ സംരംഭകർക്കും തൊഴിൽ അന്വേഷകർക്കും സ്പോട്ട് അഡ്മിഷന് സൌകര്യമുണ്ടാകും. ചെയർമാൻ ഷിബു വാലപ്പൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരുമഠത്തിൽ, നഗരസഭാ സെക്രട്ടറി കെ പ്രമോദ് തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. തൃശൂർ കോർപ്പറേഷൻ സാമൂഹികാരോഗ്യ കേന്ദ്രം ഒല്ലൂരിന്റെ ആഭിമുഖ്യത്തിൽ പാലിയേറ്റീവ് ഗുണഭോക്താക്കളും വളണ്ടിയേഴ്സും ചേർന്ന ഓണാഘോഷം സംഘടിപ്പിച്ചു. കോർപ്പറേഷൻ ചീരാച്ചി ഹാളിൽ നടന്ന ഓണാഘോഷം മേയർ MK വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഡെപ്യൂട്ടി മേയർ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ ഓണക്കിറ്റ് വിതരണം ഡെപ്യൂട്ടി മേയർ ML റോസി നിർവഹിച്ചു. ഹെൽത്ത് സൂപ്പർവൈസർ CR രാധാകൃഷ്ണൻ, ആശുപത്രി സൂപ്രണ്ട് K ദീപ, പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കരോളിൻ ജനീഷ്, നഗരാസൂത്രണ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മുകേഷ് കുളപ്പറമ്പിൽ, DPC മെമ്പർ അകമലയിൽ റെയിൽവേ ട്രാക്കിൽ അജ്ഞാത സ്ത്രീയെ ട്രെയിൻ തട്ടി മരിച്ച നിലയിൽ കണ്ടെത്തി. ഏകദേശം 50 വയസ്സ് തോന്നിക്കും. വടക്കാഞ്ചേരി പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. എളവള്ളി നോർത്ത് മഹലിൽ 1 മാസക്കാലം നീണ്ടു നിൽക്കുന്ന ബ്രീസ് ഓഫ് മദീന ക്യാമ്പയിന്റെ ഭാഗമായി വിവിധ യൂണിറ്റുകളിൽ പ്രാർത്ഥനാ സംഗമങ്ങൾ തുടങ്ങി. യൂണിറ്റ് പ്രാർത്ഥനാ സംഗമം സയ്യിദ് ഹുസൈൻ ജമുലൈലി സഖാഫി ചേളാരി ഉദ്ഘാടനം ചെയ്തു. ഹാഷിം സഖാഫി, ബഷീർ സുഖ്രി, മഹല്ല് പ്രസിഡന്റ് NK അബ്ദുൽ കബീർ, മഹല്ല് സെക്രട്ടറി RA അബ്ദുൽ കരീം തുടങ്ങിയവർ നേതൃത്വം നൽകി. ചിറ്റാടുകര സ്വദേശി ഡോക്ടർ ജെയിൻ ജേക്കബ് കോഴിക്കോട് NITയിൽ നിന്നും ഡോക്ടറേറ്റ് കരസ്ഥമാക്കി. സോളാർ ആസ്ട്രോഫിസിക്സ് എന്ന വിഷയത്തിലാണ് ഡോക്ടറേറ്റ് ലഭിച്ചത്. പുലിക്കോട്ടിൽ PD ടോമിയുടെയും മാർഗ്രറ്റിന്റെയും മകനാണ് ഡോക്ടർ ജെയിൻ ജേക്കബ്. കോടാലി കൊരേച്ചാൽ ശ്രീ ദുർഗ സ്വയംഭൂ കിരാത പാർവതി ക്ഷേത്രത്തിൽ പഞ്ചാരിമേളത്തിൽ പരിശീലനം നേടിയ മേള വിദ്യാർത്ഥികളുടെ അരങ്ങേറ്റം ഞായറാഴ്ച നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. പ്രശസ്ത മേള കലാകാരൻ കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിൽ മേളം അഭ്യസിച്ച 11 പേരാണ് അരങ്ങേറ്റം നടത്തുന്നത്. വൈകിട്ട് 6-ന് നടക്കുന്ന അരങ്ങേറ്റ മേളത്തിന് തുടക്കം കുറിച്ച് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിക്കും. വാർത്താസമ്മേളനത്തിൽ ക്ഷേത്രസമിതി സെക്രട്ടറി സുരേഷ് കടുപ്പശ്ശേരിക്കാരൻ, ട്രഷറർ ഷനോജ് വെട്ടിയാട്ടിൽ, വൈസ് പ്രസിഡന്റ് സുധീഷ് വെട്ടിയാട്ടിൽ, KN പത്മസുന്ദരൻ തുടങ്ങിയവർ പങ്കെടുത്തു. 32.5 ലക്ഷത്തിലധികം രൂപയുടെ ഓൺലൈൻ ഷെയർ ട്രേഡിംഗ് തട്ടിപ്പ് കേസിൽ ഒരാൾ കൂടി പിടിയിലായി. കൊല്ലം അഞ്ചാലമൂട് സ്വദേശി ശ്രീകുമാറിനെയാണ് കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ എടവിലങ്ങ് സ്വദേശിയിൽ നിന്നും തട്ടിയെടുത്ത പണത്തിൽ നിന്ന് 5 ലക്ഷം രൂപ ശ്രീകുമാറിന്റെ ബാങ്ക് അക്കൌണ്ട് വഴിയാണ് പിൻവലിച്ചതെന്ന് പോലീസ് കണ്ടെത്തി. ഇയാളുടെ ബാങ്ക് അക്കൌണ്ട് വഴി സൈബർ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഉൾപ്പെട്ട പണമിടപാടുകൾ നടത്തിയതിന് 34 പരാതികൾ നാഷണൽ സൈബർ ക്രൈം റിപ്പോർട്ടിംഗ് പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് അറിയിച്ചു. വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ച ചാക്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിൽ കണ്ടെത്തിയ പണം ഉടമയ്ക്ക് കൈമാറി കുഴൂരിലെ ഹരിത കർമ്മസേന അംഗങ്ങൾ. ഹരിത കർമ്മസേന അംഗങ്ങളായ പാറപ്പുറം സ്വദേശി തറയപ്പറമ്പിൽ നിഷ അനിൽ, എരവത്തൂർ സ്വദേശി മുളയ്ക്കാമ്പിള്ള ബിജി ഷാജു എന്നിവർക്കാണ് ചാക്കിൽ നിന്ന് 11,250 രൂപ ലഭിച്ചത്.
വ്യാഴാഴ്ച രാവിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് ശേഖരിച്ച ചാക്കിൽ പ്ലാസ്റ്റിക് കവറിൽ പൊതിഞ്ഞ നിലയിലാണ് പണം കണ്ടത്. പ്ലാസ്റ്റിക് കവറുകൾ വേർതിരിക്കുന്നതിനിടയിലാണ് നോട്ട് കെട്ട് കണ്ടത്. കവറിൽ കെട്ടിവച്ചിരിക്കുന്നത് പണമാണെന്ന് തിരിച്ചറിഞ്ഞതോടെ ഇവർ വാർഡ് മെമ്പർ സേതുമോൻ ചിറ്റേത്തിനെയും പഞ്ചായത്ത് പ്രസിഡന്റ് സാജൻ കൊടിയനെയും വിവരമറിയിക്കുകയായിരുന്നു. തുടർന്ന് പണം നഷ്ടപ്പെട്ട വ്യാപാരിയെ കണ്ടെത്തി പണം കൈമാറി. കുഴൂരിൽ മലഞ്ചരക്ക് കച്ചവടം നടത്തുന്ന കാലടി സ്വദേശി ആപ്പാടൻ ഷിജോയുടെ പണമായിരുന്നു ചാക്കിലുണ്ടായിരുന്നത്. എക്സൈസ് ഓഫീസർ എന്ന വ്യാജേന പരിചയപ്പെട്ട് മൊബൈൽ ഫോൺ വാങ്ങി നൽകാമെന്ന് പറഞ്ഞ് 33,000 രൂപ തട്ടിയെടുത്ത കേസിലെ പ്രതിയെ കൊടുങ്ങല്ലൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. വൈക്കം സ്വദേശി ഇരുമുട്ടിത്തറ വീട്ടിൽ ഷിജിലാലിനെയാണ് കൊടുങ്ങല്ലൂർ സർക്കിൾ ഇൻസ്പെക്ടർ BK അരുണിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം അറസ്റ്റ് ചെയ്തത്. കൊടുങ്ങല്ലൂർ കീഴ്ത്തളിയിൽ കഞ്ഞിക്കട നടത്തുന്ന തിരുത്തിപ്പുറം സ്വദേശിനിയുടെ പരാതിയിലാണ് അറസ്റ്റ്. ഇനി വാണിജ്യം. ഇന്റീരിയർ എക്സ്റ്റീരിയർ രംഗത്ത് പുതുതരംഗം സൃഷ്ടിക്കാൻ വിറ്റാക്കോർ PVC ലാമിനേറ്റഡ് ഷീറ്റ് വിപണിയിലെത്തിച്ച് ആക്ടിസോ മാർക്കറ്റിംഗ്. കഴിഞ്ഞ 13 വർഷമായി ഇന്റീരിയർ എക്സ്റ്റീരിയർ ഇൻഡസ്ട്രിക്ക് ആവശ്യമായ ഉൽപ്പന്നങ്ങൾ വിപണിയിലെത്തിച്ച് വിപണിയിൽ തങ്ങളുടേതായ സ്ഥാനം നേടിയ സ്ഥാപനമാണ് ആക്ടിസോ മാർക്കറ്റിംഗ്. ഇന്റീരിയർ ഫർണിഷിംഗ് രംഗത്ത് ക്വാളിറ്റിയിൽ മുൻപന്തിയിലുള്ള 3mm PVC ലാമിനേറ്റഡ് ഷീറ്റായ ഫ്ലെക്സി ബോണ്ട് എന്ന ബ്രാൻഡ് ആക്ടിസോ മാർക്കറ്റിംഗിൻ്റെതായി ഇതിനോടകം വിപണിയിൽ നിലവിലുണ്ട്. ഇതിന്റെ വിപണി മൂല്യം നൽകിയ ഉൾക്കരുത്തിലാണ് മിതമായ വിലയിൽ ലഭ്യമാകുന്ന വിറ്റാക്കോർ PVC ലാമിനേറ്റഡ് ഷീറ്റുമായി ആക്ടിസോ വീണ്ടും എത്തുന്നത്. തൃശൂരിൽ നടന്ന പ്രോഡക്റ്റ് ലോഞ്ച് ചടങ്ങിന് ആക്ടിസോ മാർക്കറ്റിംഗ് മാനേജിംഗ് ഡയറക്ടർമാരായ മുഹമ്മദ് ഷെഫീഖ് ഉമ്മർ, അവന്യൂ പ്രൊഫഷണൽ മാനേജിംഗ് ഡയറക്ടർ ഷെഫീഖ് അവന്യൂ, ഫ്ലെക്സി ഫോൾഡ് മാനേജിംഗ് പാർട്ട്ണർ ജാബിർ, ആക്ടിസോ മാർക്കറ്റിംഗ് ജനറൽ മാനേജർ ജെറി മിഡിൽട്ടൺ എന്നിവർ ചേർന്ന് തിരിതെളിയിച്ചു. സീനിയർ ഫാബ്രിക്കേറ്റർ സെബാസ്റ്റ്യൻ മാത്യു, അലുമിനിയം ലേബർ കോൺട്രാക്ടേഴ്സ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി സന്തോഷ്, ജില്ലാ ട്രഷറർ മാർട്ടിൻ എന്നിവർ ചേർന്ന് വിറ്റാക്കോറിന്റെ ലോഞ്ചിംഗ് നിർവഹിച്ചു. ആക്ടിസോ മാർക്കറ്റിംഗ് ടീം അംഗങ്ങൾ, ബന്ധുമിത്രാദികൾ തുടങ്ങിയവർ ചടങ്ങിൽ സന്നിഹിതരായി. ട്രേഡിംഗിനായി ആക്ടിസോയ്ക്ക് കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഒട്ടുമിക്ക ജില്ലാ ആസ്ഥാനങ്ങളിലും വെയർഹൌസുകളും ഓഫീസുകളുമുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് 9562800092. ഇനി ഇന്നത്തെ സ്വർണ്ണ നിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 9,230 രൂപ, പവന് 73,840 രൂപ. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. TJM ഗോൾഡൻ ഡയമണ്ട്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. KSFE ഈ നാടിന്റെ ധൈര്യം. പാലിയേക്കര ടോൾ പ്ലാസയിലെ ടോൾ നിരോധനം സെപ്റ്റംബർ 9 വരെയാക്കി ഹൈക്കോടതി. ദേശീയപാത ഗതാഗത യോഗ്യമാക്കാത്തതിനെ തുടർന്നാണ് ടോൾ നിരോധനം നീട്ടിയത്. ദേശീയപാതയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യുന്നതിനെത്തിയ ഉദ്യോഗസ്ഥനെ ജനപ്രതിനിധികൾ തടഞ്ഞുവെച്ചു. കൊടുങ്ങല്ലൂരിൽ വോട്ട് വെട്ടലെന്ന ആരോപണം. BJPക്കും ഉദ്യോഗസ്ഥർക്കുമെതിരെ കോൺഗ്രസ് രംഗത്ത്. 27-ന് പ്രതിഷേധ ധർണ നടത്തുമെന്ന് നേതൃത്വം. തിരുവില്ലാമല മലേശമംഗലത്ത് 6 ലക്ഷം രൂപയുടെ ടാർ മോഷണം പോയി. കരാറുകാരൻ പഴയന്നൂർ പോലീസിൽ പരാതി നൽകി. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്വേഷണം ഊർജിതമാക്കി പോലീസ്. പെരിഞ്ഞനത്ത് ചുഴലിക്കാറ്റിൽ കടയുടെ ബോർഡ് 3 കിലോമീറ്റർ ദൂരത്തേക്ക് പറന്നുപോയി. പെരിഞ്ഞനം സെന്ററിൽ പ്രവർത്തിക്കുന്ന സ്റ്റുഡിയോയുടെ ബോർഡാണ് പറന്നുപോയത്. ഗുരുവായൂർ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് നിർബന്ധമാക്കി. ക്ഷേത്രത്തിൽ ജോലി ചെയ്തിരുന്നയാൾ വധശ്രമ കേസിൽ ഉൾപ്പെട്ടതിനെ തുടർന്നാണ് നടപടി. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.